കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ NDA 140 സീറ്റിൽ മത്സരിക്കും. ഞങ്ങൾ ഈ ഇലക്ഷൻ വികസനം, വിശ്വാസ സംരക്ഷണം, കേരളത്തിന്റെ ഭാവിയുടെ രാഷ്ട്രീയത്തിൽ സുരക്ഷ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, പൊട്ടന്മാരാക്കുന്ന രാഷ്ട്രീയമല്ല. ഞങ്ങൾ ഈ ഇലക്ഷനെ കാണുന്നത് ഒരു ഗൗരവമായി, ഞാൻ പറഞ്ഞ പോലെ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 45 ദിവസം മാത്രമാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാനത്ത് BJP നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭയിൽ BJP അധികാരം പിടിച്ചതിന് ശേഷം വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് ഉള്ളത്. നിയമസഭയിൽ ഉൾപ്പെടെ A ക്ലാസ് മണ്ഡലങ്ങൾ പിടിച്ചടക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് BJP നിലവിലിപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് BJPയുടെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവന് മുൻപിലാണ്. അതിന് തൊട്ടടുത്തായി തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കുകയാണ്. നിരവധി സംസ്ഥാന നേതാക്കൾ നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറാണ്. അതുകൂടാതെ നിരവധി, അതായത് സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ നിലനിൽക്കുന്ന നിരവധി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീലേഖ ഉണ്ട്, മുൻ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖയുണ്ട്. വട്ടിയൂർക്കാവിൽ ഉയർന്നു വരുന്ന ഒരു പേരാണ് ശ്രീലേഖയുടേത്. അതുകൂടാതെ തിരുവല്ലയിൽ അനൂപ് ആന്റണി മത്സരിക്കുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്തായാലും വളരെ വലിയ മുന്നൊരുക്കമാണ് സംസ്ഥാനത്തെ BJP നേതൃത്വം നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്നത്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ആദ്യമായി ഇതിന് എത്ര തവണ പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായി ഇന്ന് NDAന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2-3 കാര്യം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ 45 ദിവസം ഉണ്ടല്ലോ, കുറെ കാര്യങ്ങൾ പറയാൻ സമയമുണ്ട്. പക്ഷെ ഇന്ന് ഈ ക്യാമ്പയിന്റെ കിക്ക് ഓഫിന്റെ ഭാഗമായി ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഫെബ്രുവരി 16-ാം തീയതി, കുറച്ച് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ NDAന്റെ ഒരു നല്ല ക്യാമ്പ്, ഒരു ഫുൾ ഡേ ക്യാമ്പ് കൊച്ചിയിൽ നടത്തി. NDAന്റെ എല്ലാ ഘടകകക്ഷി പാർട്ടികൾ അതിൽ പങ്കെടുത്തു. BJP 2020, BDJs എല്ലാ പാർട്ടീസ് അതിൽ പങ്കെടുത്തു. ഒരുമിച്ച് അവിടെ തീരുമാനിച്ചത് ഈ NDAന്റെ ലക്ഷ്യം അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനും കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ NDA 140 സീറ്റിൽ മത്സരിക്കും, ജയിക്കാൻ മത്സരിക്കും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു നല്ല റിസൾട്ട് NDAക്ക് കിട്ടും എന്ന പ്രതീക്ഷയും എന്നൊരു ദൗത്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ ഇലക്ഷൻ വികസനം, വിശ്വാസ സംരക്ഷണം, കേരളത്തിന്റെ ഭാവിയുടെ രാഷ്ട്രീയത്തിൽ സുരക്ഷ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടാണ് മുമ്പോട്ട് പോകാൻ പോകുന്നത്. വികസനം വിവാദമല്ല, വികസനം തൊഴിലില്ലായ്മയല്ല, ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന, പൊട്ടന്മാരാക്കുന്ന രാഷ്ട്രീയമല്ല. നാടിന്റെ ഒരു നല്ല ഭാവിയും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയം ആണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കൃത്യമായൊരു കാഴ്ചപ്പാടും, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് നരേന്ദ്രമോദിജിന്റെ പിന്തുണ
അതിൻ്റെ ഒപ്പം എന്തെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഇലക്ഷന് ഇനി 45 ദിവസമോ 50 ദിവസമോ 55 ദിവസമോ ഉള്ളൂ. ആദ്യത്തെ മുന്നണിയാണ് NDA ഒരു ഇലക്ഷൻ ഓഫീസ് തുറന്ന് പ്രഖ്യാപിക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതുവരെ UDFും ചെയ്തിട്ടില്ല, LDFും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ ഇലക്ഷനെ കാണുന്നത് ഒരു ഗൗരവമായി, ഞാൻ പറഞ്ഞ പോലെ ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. ഇതുവരെ BJP NDAന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? മാറാത്തത് ഇനി മാറും. ആ മുദ്രാവാക്യം തന്നെ മുമ്പോട്ട് വെച്ച് കേരളം ഇനി വളരും എന്ന ഒരു ലക്ഷ്യം മുമ്പോട്ട് വെച്ച് ഞങ്ങൾ ഈ മത്സരത്തിൽ ഇറങ്ങും. ഞാൻ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് BJP NDA ഇവര് ജയിക്കില്ല, ഇവര് ഒരു ഫാക്ടറല്ല ഈ ഇലക്ഷനിൽ, അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് ജനങ്ങൾക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. BJP NDA ഒരു ഒറ്റ മുന്നണിയാണ്, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി, വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുന്ന ഒരു മുന്നണി, പിന്നെ ജമാഅത്തും SDPI പോലെ അപകട രാഷ്ട്രത്തിന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു മുന്നണി, ഒരു ഒറ്റ മുന്നണിയാണ് BJP NDA. ഈ 3 കാര്യങ്ങൾ മുമ്പോട്ട് വെച്ച് അടുത്ത 55 ദിവസം എല്ലാ വീട്ടിലും കയറി 140 അസംബ്ലി സെഗ്മെന്റിൽ മത്സരിച്ച് ഈ നാട്ടിൽ ഞങ്ങൾ മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങളുടെ സങ്കല്പമാണ്. എന്തായാലും കേരളത്തിൽ ആദ്യമായാണ് ഒരു നഗരസഭ BJP ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഈ ഭരണ നേട്ടവും വളരെ വലിയ പ്രതീക്ഷയാണ് കേരളത്തിൽ BJP നേതൃത്വത്തിന് ഉണ്ടാക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഈ നഗരസഭ പിടിച്ചടക്കാൻ സാധിച്ച ആ ഒരു പ്രതിഫലനം സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.